എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്റെ ജോലിയാ. അതിന്റെ ആ നന്ദിയും കടപ്പാടും സ്നേഹമൊക്കെ എനിക്ക് ഈ ഓരോ മൊമെന്റിലും ഉണ്ടെന്നേ. തീരുമാനം കറക്റ്റ് ആയെന്ന് തോന്നിയല്ലേ? ലീവ് എടുത്ത് പോയത് അല്ലെങ്കിൽ ഇതിനകത്തിരിക്കാൻ പറ്റില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ കാര്യം നമുക്ക് എന്നും സിനിമയില്ല, കയ്യിൽ കാശൊന്നും ഇല്ലാതിരിക്കുമ്പോ നല്ല രീതിയിൽ തന്നെ ഞാൻ വേറൊരു സാധനം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ലൈഫില്. സിനിമ മാത്രം, സിനിമ നടൻ എന്നതിനപ്പുറത്തേക്ക് സിനിമയായിരിക്കണം എന്റെ ജീവിതം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. കാര്യം എങ്ങനെ ഞാനൊരു സിനിമയിൽ അഭിനയിക്കും എന്ന് എനിക്ക് അറിയില്ല. ഇത് എവിടെ തുടങ്ങണമെന്നറിയില്ല. എങ്ങനെ അഭിനയിച്ചാലാണ് സിനിമയിലേക്ക് അവസരം കിട്ടുക എന്നറിയില്ല. പാതിരാത്രിയൊക്കെ ആയിരിക്കും സമരങ്ങൾ വരുന്നത്. തീപ്പന്തം കൊളുത്തിയിട്ടും ടയർ കത്തിച്ചിട്ടും മറ്റേ കോലം കത്തിക്കലൊക്കെ പാതിരാത്രിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജൂനിയർ ആക്ടേഴ്സിനെ വേണ്ടി വരും ഇവിടെ കിടക്കുന്ന ഷൂട്ടിനൊക്കെ ആയിട്ട്. അങ്ങനെ പോയി പലപ്പോഴും ഇവിടെ ഞാൻ ജൂനിയർ ആക്ടറായിട്ട് നിന്നിട്ടുണ്ട്. അതൊരു മൈൻഡിൽ കിടന്ന് അന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞ നമ്മുടെ ആഗ്രഹം സാധിക്കും. അതെ അതെ അതെ, കൃത്യം 10 ദിവസത്തിനകത്ത് സംഭവിച്ചെന്നുള്ളതാണ്. എത്ര കാലമായിട്ട് ഞാൻ നടക്കുന്നതാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിന്ന് ഇങ്ങനെ ചുറ്റും വീക്ഷിച്ച് ഒരു 1-2 മൂവ്മെന്റില് നമുക്കത് നടക്കണം. അതാണല്ലോ പോലീസുകാരെന്ന് പറഞ്ഞാൽ. അതാണല്ലോ ലിറ്ററലി എനിക്ക് ഈ ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഞാൻ ഇത്ര നാൾ ചെയ്ത സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ആ വീഡിയോ പോയിട്ടുണ്ട് ലോകം മൊത്തം. അതെ അതെ അതെ, ആ ഒരു സംഭവം ഒറ്റ സീനേ ഉള്ളൂ, പക്ഷെ അത് ഭയങ്കര സീനാ. 4 സൈഡിൽ നിന്ന് ഇങ്ങനെ ക്യാമറ വന്ന് ഇങ്ങനെ എന്റെ മുഖത്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനാണ് പടത്തിൽ വില്ലനെന്ന് തോന്നും. ഇങ്ങനെ ഫുൾ യൂണിഫോം ഒക്കെ ഇട്ട് കട്ട ഒരു മീശയൊക്കെ വെച്ചിട്ട് ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ, 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്, ബമ്പർ സമ്മാനമായി BMW കാർ, 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. മൈജി ഓണം മാസ് ഓണം. നമസ്കാരം. ഞാൻ ഇന്ന് തിരുവനന്തപുരത്താണ്. അതിന്റെ കാരണമുണ്ട്. നമ്മൾ ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ തിരുവനന്തപുരത്ത് തീരുമാനിക്കാനുള്ള കാരണം എന്താണെന്ന് എന്താ എന്താ താങ്കൾ ഒരു പോലീസുകാരനായിരുന്നു. ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അതെ എത്രയോ പ്രാവശ്യം ഡ്യൂട്ടിക്ക് ഉണ്ട്. ഇതെന്റെ സ്ഥിരം പോയിന്റ് ആയിരുന്നു. ഗേറ്റ് ഡ്യൂട്ടി എന്ന് പറയും. ഗേറ്റ് ഡ്യൂട്ടി അല്ലേ? ഈ ഗേറ്റ് ഡ്യൂട്ടി. അതെ അതെ, ഈ 4 ഗേറ്റ് അല്ലേ? 4 ഗേറ്റ് ഉണ്ട്. 4 ഗേറ്റ് ആണല്ലേ? 4 ഗേറ്റിലും നമുക്ക് ക്യാമ്പ് ചെയ്ത് നമ്മളെ ഡീറ്റെയിൽ ചെയ്ത് ഡ്യൂട്ടി കയറ്റി വിടും. പിന്നെ നമ്മുടെ ഇവിടെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ നിന്ന് ഉള്ള ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ ഒത്തിരി ഡ്യൂട്ടി ചെയ്തിട്ടുള്ള സ്ഥലമാണിത്. ഒന്ന് ആലോചിക്കണം. ഇതൊന്നും പ്രേക്ഷകർക്ക് ചിലപ്പോൾ അറിയില്ല. അദ്ദേഹം പോലീസ് ആണെന്നുള്ള അറിയാം. ലീവ് എടുത്ത് വന്നാൽ പല ഇന്റർവ്യൂലും പറഞ്ഞു. പക്ഷേ ഞാൻ ഇന്ന് വരാനുള്ള കാരണം എന്താണെന്ന് അറിയാം. എന്താ? ഇവിടെ തുടക്കം സിനിമ കണ്ടു. ഓക്കെ, ഞാൻ ഒരു മഫ്തിയിലൊരു, നിങ്ങൾ അതിനകത്ത് പോലീസാണ്ട് സല്യൂട്ട് എടുക്കേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ ഒന്ന് ചെയ്തു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഗംഭീരം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് തന്നെ ഇന്റർവ്യൂ എടുക്കും. കൊച്ചിയിൽ നമുക്ക് കിട്ടും, എന്തായാലും കിട്ടും. ഇവിടെ വന്ന് നിങ്ങളുടെ പഴയ ആ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് ആഗ്രഹത്തിൽ മാത്രം വന്നാണ് അല്ലേ? ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പൊ എന്താ, ഈ സെക്രട്ടറിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താ ഫീല്? അല്ല, ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, സിനിമയിൽ ഞാൻ ആക്റ്റീവ് ആകുന്നതിന് മുമ്പ് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്റെ ജോലിയാ. അതിന്റെ ആ നന്ദിയും കടപ്പാടും സ്നേഹമൊക്കെ എനിക്ക് ഈ ഓരോ മൊമെന്റിലും ഉണ്ടെന്നേ. അപ്പോ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒത്തിരി ഒത്തിരി ദിവസങ്ങൾ ഡേയും നൈറ്റും ഡ്യൂട്ടി ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ പറഞ്ഞു തുടങ്ങണമെങ്കിൽ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് സംഭവിച്ചത് ഏകദേശം ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ്. എന്താണ്? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ലൈഫില് സിനിമയ്ക്കകത്തൊരു ആദ്യമായിട്ടൊരു ബ്രേക്ക് എന്ന് പറയാൻ എനിക്ക് കിട്ടുന്നത് ഫോൺ പേയുടെ ആഡായിരുന്നു. ഇവിടെ നമ്മള് കൺട്രോൾ റൂമിന്റെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ആണ്, ഇവിടെ ഒരു ഭയങ്കര ഇഷ്യൂ നടക്കുന്ന സമയത്താണ്, ഞങ്ങള് ഈ സമരക്കാരുടെ ഇടയിൽ നിൽക്കുന്ന സമയത്താണ് ഈ കോൾ വരുന്നതും ഞാൻ ആ കോൾസ് എല്ലാം റിജക്ട് ചെയ്യുന്നത്. കാര്യം എടുക്കുന്നില്ല. ഇത് നോർത്ത് ഇന്ത്യ എന്നാണ് കോൾ, മഹാരാഷ്ട്ര പൂനെ എന്നൊക്കെ കാണിക്കുന്നത്. നമ്മളാകെ അങ്ങനെ വിളിക്കാനാകെ ഉള്ളത് മറ്റേ നമ്മൾ സ്കാം ടീം മാത്രമാണ്. അപ്പൊ ഇത് കണ്ട് മൊത്തം വെട്ടിയിട്ടേക്കാണ്. അന്ന് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോഴാണ് ഈ കാശ്മീർ പെർഫെക്റ്റ് ഉണ്ട് രാഗേന്ദ്രന്റെ, അപ്പൊ എന്റെ ഫോട്ടോ കഴിച്ചു കൊടുത്ത അവരാണ്. അവര് ഒരു മെസ്സേജ് എടുപ്പുണ്ട്. അവര് വിളിച്ചിട്ട് ഞാൻ എടുക്കുന്നില്ല, സൈലന്റ് ആയിരുന്നു. പിന്നെ അപ്പൊ നോക്കുമ്പോ ഇതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു അവര് വിളിച്ചിട്ട് കോൾ എടുത്തില്ല, കട്ടായി പോകുന്നു. ഉടനെ ഞാൻ
അറിയാവുന്ന ഹിന്ദിയിൽ അവർ തിരിച്ച് കോണ്ടാക്ട് ചെയ്ത് വിളിച്ച് നമ്മള് പറഞ്ഞു ഇങ്ങനെയാണ് എന്റെ ഫോണിന് ഒരു കംപ്ലൈന്റ് ആയിരുന്നു കള്ളൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്ഥലം ഇവിടെ നിന്നാണ് ആ ആഡിലേക്ക് ഞാൻ എത്തുന്നത്. ഭയങ്കര ഒരു ഹാപ്പി ന്യൂസ് ഈ ഇവിടുത്തെ ബഹളത്തിനിടയിലാണ് ഉണ്ടാകുന്നത്. അതെ, ഇവിടെ ഇരുന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? അയ്യോ തീർച്ചയായിട്ടും ഇവിടെ ഇരുന്നിട്ടില്ലേ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അല്ലേ? പിന്നെ ഒന്ന് ആലോചിക്കണം പ്രേക്ഷകരെ, നമ്മള് ഈ താരത്തെ അറിയുന്ന ഒരു പോലീസ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സെക്രട്ടറി ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി സമരം വരുമ്പോൾ ഫോട്ടോ എടുക്കാൻ ഞാനിവിടെ എനിക്കും ഒരു അനുഭവമാണ്. അന്ന് ഒരു ന്യൂസ് അറ്റ് 2 PM എന്ന് പറഞ്ഞൊരു മിഡ് ഡേ പത്രത്തിലൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പൊ നിങ്ങളെ ബുദ്ധിമുട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നിരുന്ന് ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ തന്നെ അത് നമ്മുടെ ഒരു ഇദ്ദേഹത്തിന്റെ ഒരു ജീവിതമായിരുന്നു അത്. ഇനി ആ ജീവിതത്തിൽ ഇങ്ങനെ എത്ര ദിവസമൊക്കെ രാത്രി ഇരുന്നിട്ടുണ്ട് ഇങ്ങനെ? അയ്യോ ഒത്തിരി. നമുക്ക് രാത്രി ഇവിടെ അധികം ഡ്യൂട്ടി കുറവാ. കാര്യം സെക്രട്ടേറിയറ്റ് വർക്ക് ചെയ്യുന്ന ഒരു സമയമുണ്ട്. സമരമുള്ളപ്പോ ഉണ്ടാവുമല്ലോ. സമരമുള്ളപ്പോ ഈ നിരാഹാരം കിടക്കുന്നവര് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ അവരെ മുകളിൽ നമുക്കൊരു കണ്ണ് വേണം. അല്ലെങ്കിൽ ചില എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ സംഭവിച്ചിട്ട് അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പാതിരാത്രിയൊക്കെ ആയിരിക്കും സമരങ്ങൾ വരുന്നത്. തീപ്പന്തം കൊളുത്തിയിട്ടും ടയർ കത്തിച്ചിട്ടും മറ്റേ കോലം കത്തിക്കലൊക്കെ പാതിരാത്രിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഡ്യൂട്ടികൾ ഞാൻ ഇവിടെ കവർ ചെയ്തിട്ടുള്ളതാണ് ഇഷ്ടംപോലെ. അത് നമുക്കങ്ങനെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടെന്നേ. ഈ സിനിമയിൽ ഒത്തിരി പോലീസ് വേഷങ്ങൾ ചെയ്തു അല്ലേ? ഇപ്പം സിനിമയിലേക്ക് വന്നാൽ ലാലേട്ടന്റെ മോന്റെ കൂടെ അഭിനയിച്ചു. അതെ. മകളുടെ കൂടെ അഭിനയിച്ചു. അതെ. ലാലേട്ടന്റെ സിനിമയാണെങ്കിലും ലാലേട്ടനായിട്ട് കോമ്പിനേഷൻ ഇല്ല. ലാലേട്ടന്റെ കൂടെ ഇനി എന്നാണ്? ഞാൻ സത്യം പറയട്ടെ, നമ്മൾ ഈ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഞാൻ ഈ തുടക്കം സിനിമയുടെ ട്രെയിലർ റിലീസിന്റെ അത് ഞാൻ സ്റ്റേജിൽ വെച്ച് തന്നെ ലാലേട്ടനോട് പറഞ്ഞു, സാർ എനിക്ക് ടെൻഷൻ ഉണ്ട് പറയാൻ, സംസാരിക്കാൻ. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ പ്രണവിനോടൊപ്പം ചെയ്തു, ഇതേ ഇപ്പോ വിസ്മയോടൊപ്പം ചെയ്തു, ഇനി ആ കുടുംബത്തിൽ നിന്ന് ഒരാളും കൂടെ ഉള്ളൂ ലാലേട്ടാ എന്നിങ്ങനെ പറഞ്ഞു. ലാലേട്ട വലിയ ശരിയൊക്കെ. അതെ അതെ. ഇത് കഴിഞ്ഞിട്ട് 3 ദിവസം മുന്നേ എനിക്ക് പെട്ടെന്നൊരു കോള് വരികയാണ്. എറണാകുളത്ത് നിന്ന് നമുക്ക് പരിചയമുള്ളൊരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ മറ്റന്നാൾ ഒരു ആഡുണ്ട്, നീ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രീ ആണ്, എന്നാ ഒരു പരിപാടി ഉണ്ട് വായോ എന്ന് പറഞ്ഞു. അന്ന് ട്രെയിലർ റിലീസിന്റെ അന്ന് തിരിച്ചിറങ്ങി പോകുമ്പോൾ ലാൽ സാർ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു ആഗ്രഹമുണ്ട് നടത്തി തരണം എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. അങ്ങനെ പറയുവാണ്. അന്ന് 3-ാം തീയതി പറയാണ്. ഈ 12-ാം തീയതി കഴിഞ്ഞ എന്ന് പറയുമ്പോ ഇന്നലെ രാവിലെ ഞാൻ ലാലേട്ടനോടൊപ്പം ഒരു നാഷണൽ ആഡ് അഭിനയിച്ചു. ഉടനെ ലാലേട്ടൻ പറഞ്ഞത്, അപ്പൊ ആഗ്രഹങ്ങളും ആശകളൊക്കെ നിറവേറിയല്ലോ അത് തന്നെ പറഞ്ഞു. അദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ട്. ഇപ്പൊ അതാ പറയുന്നത്, നമ്മളാ മാനിഫെസ്റ്റ് ചെയ്തതിന്റെ ഒരു സംഭവമാണ്. അതിപ്പോ ഈ ആഴ്ച തന്നെ മിക്കവാറും ആഡ് ഇപ്പൊ വരും, നാഷണൽ ലെവലാണ്. അത് വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള ഒരു ആഡാണ്. ഇവിടുത്തെ എടുത്താലും ഞാനും അദ്ദേഹവും മാത്രമായിരുന്നു. അത് ലാലേട്ടൻ ഓർത്തിരിക്കും. അതൊരു മൈൻഡിൽ കിടന്ന് അന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞ നമ്മുടെ ആഗ്രഹമൊക്കെ സാധിക്കും. അതെ അതെ അതെ. കൃത്യം 10 ദിവസത്തിനകത്ത് സംഭവിച്ചു എന്നുള്ളതാണ്. എത്ര കാലമായിട്ട് ഞാൻ നടക്കുന്നതാണ്. ഭയങ്കര ഭാഗ്യവാനാണ്. ഉണ്ടായിരിക്കണം. കാര്യം കുറേ നല്ല ആൾക്കാരുടെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ട്, അതെനിക്കറിയാം. കുറേ ആൾക്കാർ എൻ്റെ ആഗ്രഹവും കൊതിയും അത്യാഗ്രഹവും കണ്ടിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത കുറേ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാണ് എൻ്റെ ഏറ്റവും വലിയ ബലവും. അപ്പുവിന്റെ കൂടെ അഭിനയിച്ചു, അതിന്റെ വിസ്മയാണ്. അപ്പുവിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് എല്ലാവരും കണ്ടിരുന്നു. ഇനി വിസ്മയുടെ കൂടെ വരുമ്പോൾ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയി വരുവാണ്. ആലോചിച്ച് വെക്കണം, നേരെ ഓപ്പോസിറ്റ് ആണ്. താങ്കളുടെ ആ സിനിമ കാണാത്തവരോട് ഞാൻ പറഞ്ഞ ആ ജനലിനുള്ളിലൂടെ പോലീസ് സ്റ്റേഷന്റെ അവിടെ നിന്ന് പറയുന്ന സാധനം എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അത്രയും ഒരു ഭീകരനായ പോലീസുകാരനായിട്ട് ചിത്രീകരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ആ ഷൂട്ട് കഴിഞ്ഞ ആ മൊമെന്റിൽ എന്താണ് മനസ്സിൽ തോന്നിയത്? അല്ല, ഞാന് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ അങ്ങനെ ഒരു പോലീസുകാരനേ അല്ല അല്ലേ? ഞാൻ നല്ല പോലീസുകാരനാണ്. നല്ല പോലീസുകാരെന്ന് വെച്ചാൽ ഒരിക്കലും ആരെങ്കിലും ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ വേദനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ വലിയ ഇഷ്യൂസിലൊക്കെ ഇടപെട്ട് ആകെ ഒരു ബ്ലഡ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ്. എനിക്കത് എന്ത് കാര്യം ഉണ്ടെങ്കിലും സഹകരിക്കണം പ്ലീസ് എന്ന് പറഞ്ഞ് സോൾവ് ആക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അത് അങ്ങനെ പോകുന്ന ഒരാള് സിനിമയിൽ വന്നപ്പോഴത്തേക്കും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടൊരു ക്യാരക്ടറാണത്. ആ പടത്തിന്റെ ഒരു നിർണായക ഒരു ഘട്ടത്തില് ആ ക്യാരക്ടർ ആണ് അവിടെ സ്കോർ ചെയ്ത് പടത്തിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, ഇങ്ങനെയൊക്കെ കാണുമോ പോലീസുകാർ, ഇങ്ങനെയൊക്കെ ചെയ്യുമോ? പക്ഷെ ഇപ്പോഴത്തെ പോലീസുകാർക്ക് അങ്ങനെ
അങ്ങനെയൊന്നും അങ്ങനെ ഭയങ്കര പ്രശ്നക്കാരാണ്. ഒരാള് മതി അങ്ങനെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ഡിപ്പാർട്ട്മെന്റ് മോശം. എവിടെയെങ്കിലൊക്കെ ഉണ്ടായിരിക്കാം. എല്ലാത്തിലും എല്ലാ മേഖലയിലും ഉണ്ട്. അതെല്ലായിടത്തും ഉണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട്. അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം. എന്തായാലും ഞാൻ വർക്ക് ചെയ്ത എന്റെ കൂടെയുള്ള പോലീസുകാരൊക്കെ എനിക്ക് അങ്ങനെ മോശം സ്വഭാവമുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എങ്ങനെ എന്താ സ്റ്റേഷനിലേക്ക് ഒരാൾ വരുമ്പോൾ അവരോട് പരുഷമായിട്ട് സംസാരിച്ച് അങ്ങനെയൊന്നുമില്ല അല്ലേ? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അല്ലേ? ഈ അപ്പുമായിട്ടുള്ള ബന്ധം ഇപ്പൊ എങ്ങനെയാണ്? നല്ലതാ. ഇപ്പോഴും ഞങ്ങള് ഇപ്പൊ ഇതിന്റെ റിവ്യൂവിന് വരുമ്പോ പിന്നെ കണ്ടിരുന്നു. കണ്ട ഉടനെ തന്നെ ചോദിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം, കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ്. അപ്പൊ പുതിയ പ്രോജക്റ്റിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെട്രിമാരൻ സാറിന്റെ പടം നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പൊ എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ ചെന്നൈയിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഓയ്യോ അത് ശരി എന്നാ പറയാ എന്താ അങ്ങനെ കുറെ ടോക്ക്. അപ്പൊ എന്നോട് പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞു ചെന്നൈയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്തുണ്ടെങ്കിലും കണക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ എന്റെ ഭയങ്കര ഇതിപ്പോ കാണുമ്പോ എന്താ തോന്നുന്നു? ഇത് കാണുമ്പോ എന്താ തോന്നുന്നു? അയ്യോ എത്രയോ സമരങ്ങൾക്ക് ചടപടേന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇതിനെ നീക്കി കെട്ടി വെച്ച് സമരക്കാരെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള പരിപാടിയാണെന്ന് അറിയാമോ? ഭയങ്കര ഇതൊക്കെ ഭയങ്കര ഓർമ്മകളാണ്. നല്ല നാളത്തെ എന്തോ പരിപാടിക്കുള്ള സെറ്റപ്പ് ഉണ്ടാക്കാന്ന് അങ്ങനെ ആയിരിക്കണം അല്ലേ? ജിബിനെ ഒരു കാര്യം പറയട്ടെ, ഈ മതിലുകളുണ്ടല്ലോ അഖിൽ തുടക്കത്തിന്റെ റേറ്റർ ആ ഹെൽമെറ്റ് അങ്ങോട്ട് നൂറണം എനിക്ക്. തുടക്കത്തിന്റെ റേറ്റർ കറക്റ്റ് നമുക്ക് കിട്ടും. കൃത്യ സ്ഥലത്ത് വന്ന് കയറിയടാ. തുടക്കത്തിന്റെ റേറ്റർ അതും കൂടെ ഒന്ന് കാണിച്ചു. ഇവനാണ് എന്നെ കൊണ്ട് ആ ഇത്രയും വൃത്തികെട്ട പോലീസുകാരനാക്കി മാറ്റിയത്. മറ്റേ ആളാണ്. ഇവൻ എഴുതി, ജൂഡ് സാറ് അതിനെ വേറെ ലെവലിലോട്ട് കൊണ്ടുപോയി. എനിക്ക് ഈ കിട്ടുന്ന അമ്മമാരെന്ന് ചേച്ചിമാരെന്ന് കിട്ടുന്ന ചീത്ത വിളിയുടെ ഒരു 75% അവർക്ക് കൊടുക്കണം. ഇവര് രണ്ടുപേരും കൂടെയാണ് എന്നെ അങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. മുഖം കൊടുക്ക് കൃത്യ സ്ഥലത്താണ് നീ വന്ന് കയറി. സന്തോഷം കേട്ടോ. ഗംഭീര സിനിമ. നിങ്ങൾ രണ്ടുപേരും കൂടി എഴുതിയ റേറ്റിംഗിൽ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഞാനന്ന് നിങ്ങൾ പ്രസംഗം കയറുമ്പോൾ നിങ്ങളൊന്ന് വിറക്കിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പക്ഷെ ഇവിടെ വന്നിരുന്നപ്പോൾ വിറയിലില്ല. പക്ഷെ സിനിമയുടെ വിജയത്തിന്റെ സന്തോഷം. ഞാൻ ഇവിടെ വന്ന് ഇന്റർവ്യൂ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് ഇവിടെ ഒത്തിരി ഡ്യൂട്ടിക്ക് കിട്ടും. അപ്പം അതിന്റെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്താ ഡ്യൂട്ടി കഴിഞ്ഞു തരാ? ഞങ്ങൾ പോലെ ഞങ്ങളൊന്ന് ഇന്റർവ്യൂ എടുത്ത് തീർക്കട്ടെ. നീ ഇടയ്ക്ക് വന്ന് കയറണം. ജോയിൻ ചെയ്യണം. അതന്നെ വിളിക്കും. അതെ അവിടെ ഞങ്ങൾ അങ്ങോട്ട് വരും. അപ്പുറത്ത് വെച്ചിട്ട് നമുക്കിവിടെ ചായക്കടകളൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ മതിലുകൾക്കും ഇതിനും ഒത്തിരി കഥകളില്ലേ? ഇഷ്ടം പോലെ. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇങ്ങനെയാണോ? എങ്ങനെ നിൽക്കുന്നത്? മിക്കവാറും നമ്മള് ഈ ഷീൽഡും ഹെൽമെറ്റും എല്ലാം ഉണ്ടാവും. അതൊക്കെ ഈ സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഇതാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിന്ന് ഇങ്ങനെ ചുറ്റും വീക്ഷിച്ച് ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് ഡ്യൂട്ടിയൊക്കെ ചെയ്ത് ഇറങ്ങി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഇറങ്ങും. പെട്ടെന്ന് തന്നെ ഹെൽമെറ്റ് ഒക്കെ എടുത്തു വെച്ചു. ഇതെല്ലാം ചടപടയാണ്. നമുക്ക് ഒരു 1-2 മൂവ്മെന്റിൽ നമുക്ക് നടക്കണം. അതാണല്ലോ പോലീസുകാരെന്ന് പറഞ്ഞാൽ. അതാണല്ലോ പെട്ടെന്ന് നമ്മൾ ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. ഒരു സിറ്റുവേഷനിലേക്ക് ഭയങ്കര സ്പീഡിലെത്തി അവിടെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് പോലീസുകാരൻ്റെ ജോലി ഇവിടെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ഇത് സമരം പല വിധത്തിലാണ്. വളരെ ശാന്തമായ സമരങ്ങളുണ്ട്, വളരെ കലുഷിതമായ പ്രശ്നങ്ങളുമുള്ള സമരങ്ങളുമുണ്ട്. അത് പല പല കാരണങ്ങളുമാണ്. അപ്പൊ ഇതിനെല്ലാത്തിനും ഞാനിവിടെ ഒത്തിരി ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഹെൽമെറ്റിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ പുറയിലിരിക്കുന്നു. അതെ ഇതാണ് ഇവര് ഈ പറഞ്ഞ ഇത് അകത്തെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട്. അകത്തെ ഡ്യൂട്ടിക്കുള്ള അല്ലേ? ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ഈ കസേരയൊക്കെ കിടക്കുന്നത് ഇവിടെയൊക്കെ ഉള്ള പോലീസുകാരുടെ ജോലി ചെയ്യുന്നവരുടെയാണ്. ഇവര് വെച്ചിട്ട് വരും നാളെ വരുമ്പോ? ഇല്ല, അവർ ഡ്യൂട്ടിയുടെ ഭാഗത്താ ഇവിടെ ഉണ്ട്. അവരിങ്ങനെ മറ്റേ ഫ്ലൈങ് ഡ്യൂട്ടി ആയിരിക്കും, അങ്ങോട്ടും കൂടെ നടക്കും ഫുള്ള്. പക്ഷേ ജിബിന്റെ ജീവിതത്തിൽ ഒരു സിനിമ നടനാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്റെ ജീവിതത്തില് ഞാൻ വേറൊരു സാധനം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ലൈഫില്. സിനിമ മാത്രം, സിനിമ നടൻ എന്നതിനപ്പുറത്തേക്ക് സിനിമയായിരിക്കണം എന്റെ ജീവിതം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. കാര്യം ഈ പറയുന്ന പോലെ എനിക്ക് ഒരു സിനിമയിൽ ഒരു മനുഷ്യൻ ബന്ധമില്ല. എങ്ങനെ ഞാനൊരു സിനിമയിൽ അഭിനയിക്കും എന്ന് എനിക്ക് അറിയില്ല. ഇതെവിടെ തുടങ്ങണമെന്നറിയില്ല. എങ്ങനെ അഭിനയിച്ചാലാണ് സിനിമയിലേക്ക് അവസരം കിട്ടുക എന്നറിയില്ല. ഒരു മുട്ടാനൊരു വാതിൽ എനിക്കില്ല. ഞാനപ്പോൾ ആകെ കണ്ടിട്ടുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പഠിച്ചത് ലാലേട്ടൻ്റെ ഇവിടെ അടുത്താണ്. ഇവിടുത്തെ 3 കിലോമീറ്റർ മാറിയാൽ MG കോളേജായി. അവിടെയാണ് ഞാനും പഠിച്ചത്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ ഒത്തിരി ഇൻട്രസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ജൂനിയർ ആക്ടേഴ്സിനെ വേണ്ടി വരും ഇവിടെ കിടക്കുന്ന ഷൂട്ടിനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ പോയി ഇവിടെ ഞാൻ
ജൂനിയർ ആക്ടറായിട്ട് നിന്നിട്ടുണ്ട്. ഇവിടെ കാലത്ത് നാരായണൻകുട്ടി എന്ന് പറയുന്ന പടത്തില് ബോബിക്കുട്ടരൊക്കെ ചേട്ടനാണെന്ന് തോന്നുന്നു ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ജയറാമേട്ടൻ വന്ന് എനിക്ക് തോന്നുന്നു സമരപ്പന്തൽ വന്നിരുന്നുള്ള ഒരു സീനുണ്ട്. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിന്റെ കൂട്ടത്തിൽ ഞാനുണ്ട്. പക്ഷേ എന്റെ മുഖം ഇങ്ങനെ ഒരു കൂട്ടത്തിൽ അങ്ങ് പോകുന്നതേ ഉള്ളൂ. പോസ് ചെയ്തപ്പോഴും കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഇതേ സ്ഥലത്ത് ഞാൻ അങ്ങനെ ഷൂട്ടും ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഭാഗ്യം. വക്കാലത്ത് നാരായണൻകുട്ടി എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ 50ഓളം പടങ്ങൾ ഞാൻ അങ്ങനെ അങ്ങറ്റങ്ങറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഹിറ്റായത് ഏത് സിനിമയാണ്? ആദ്യത്തെ ഹിറ്റ് അടിച്ചിട്ട് ആളുകൾ ശരിക്കും തിരിച്ചറിയുന്ന സിനിമ. ഹിറ്റായത് ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയ പടം എനിക്ക് തോന്നുന്നു 2018 എന്ന് പറയുന്ന സിനിമയിലാണ്. അതിന് എൻ്റെ ആശാൻ ജൂഡ് ആന്റണി ആശാൻ തന്നെയാണ് അതിൽ എന്നെ വെച്ചത്. അതിന് മുന്നേ എന്നെ തിരിച്ചറിയത്തക്ക രീതിയിൽ വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. മിന്നൽ മുരളി OTT-യിൽ വൻ ഹിറ്റായി. അതും അപ്പോഴേ തന്നെ എന്നെ അറിയാവുന്ന പോലീസുകാരൊക്കെ, ഞാനതിൽ പോലീസ് ക്യാരക്ടറെല്ലാം ചെയ്തത്. പക്ഷെ അതിൽ കുറേ ആൾക്കാർ എന്നെ മനസ്സിലാക്കി തുടങ്ങി. പക്ഷെ വൈഡായിട്ട് ആൾക്കാർക്ക് എന്നെ കിട്ടി തുടങ്ങിയത് ഈ നമ്മുടെ 2018 തന്നെ. അതിനും ജൂഡാശാൻ തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ്. ഇപ്പൊ എത്ര സിനിമയായി? ഇപ്പം എല്ലാം എബോവ് 70 സിനിമയ്ക്ക് പുറത്തായി ക്യാരക്ടേഴ്സ് ചെയ്തിട്ട്. എത്ര പെട്ടെന്നല്ലേ ഒരു വളർച്ച അങ്ങനെ പറയാൻ പറ്റില്ല. എൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എൻ്റെ ഫസ്റ്റ് ഓഡിഷൻ ടു ഹിയർ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പൊ അതങ്ങനെ നോക്കണമെങ്കിൽ 35 കൊല്ലമായി. 8ാമത്തെ വയസ്സിൽ തുടങ്ങി. അങ്ങനെ നോക്കണമെങ്കിൽ 35 കൊല്ലത്തിന്റെ ഓട്ടമാണ് ഞാനും ഹൈദരൊക്കെ ഇങ്ങനെ നിൽക്കാനുള്ള ഒരു റീസൺ. ഓരോ സിനിമ കഴിയുമ്പോൾ വൈഫൊക്കെ എന്ത് പറയാറുണ്ട്? നല്ല സപ്പോർട്ടാണ്. കാര്യം എൻ്റെ വൈഫ് നമ്മുടെ ഫ്രണ്ട് ആട്ടോ, മാധ്യമ പ്രവർത്തകയാണ്. അപ്പൊ അതന്നെ. അപ്പോ ഈ സത്യം പറഞ്ഞാൽ കുറേ കാലം ഈ എന്താ പറയുക, ഈ മുഖം ചുമക്കുന്ന കാളെന്നൊക്കെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം പറയുമല്ലോ, എല്ലാം ഒറ്റയ്ക്ക് ബാക്കിൽ എടുക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ കാര്യം നമുക്ക് എന്നും സിനിമയില്ല, കയ്യിൽ കാശൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട അങ്ങനെ ഒരാളാണ്. അപ്പോൾ അത് ഭയങ്കര സപ്പോർട്ടാണത്. പിന്നെ എൻ്റെ വീട്ടിൽ ഒരിക്കലും ഞാൻ ഈ ലീവ് എടുത്ത് ലോങ് ലീവ് ഇതൊക്കെ സ്ഥിര വരുമാനം ഉണ്ടായിരുന്ന ആളാണല്ലോ ഞാൻ. അപ്പോൾ അത് കളഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും എൻ്റെ വീട്ടുകാരൊരിക്കലും ഞാൻ ലീവ് എടുത്ത ഒരു മാസം കഴിഞ്ഞാണ് എല്ലാവരും അറിയുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ലീവ് എടുക്കണോണ്ട് അവരൊക്കെ വിചാരിച്ചു ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ്. പക്ഷെ ഞാൻ ജോലിക്കേ പോകുന്നില്ല എന്നുള്ളത്, ഇതെന്താ തിരിച്ചു കയറാത്തതെന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞാൽ ലോങ് ലീവിലാണെന്ന് പറയുന്നതായിരുന്നു. അപ്പം അങ്ങനെ ആരും ഒന്നും പറഞ്ഞില്ല. അറിയാം ഞാനിനി എന്തൊക്കെ ചെയ്താലും എന്തൊക്കെയെന്ന് പറഞ്ഞാലും ശരി, ഞാൻ ഇതിനകത്ത് എൻ്റെ മൈൻഡും ഇതിനകത്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോ അമ്മയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ വൈഫ് പറഞ്ഞിട്ടില്ല. ഞാൻ ബേസിക്കലി ഇവരുടെ കാര്യങ്ങളാണ് ആദ്യം. ഇവരോട് മാത്രം എന്തെങ്കിലും പറഞ്ഞിട്ടെങ്കിൽ ഇവരുടെ അനുവാദം മാത്രമേ ചോദിച്ചാൽ മതിയല്ലോ. ഇവരാരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ ലീവ് എടുത്താൽ ഇവരോടൊന്നും ഞാൻ അനുവാദം ചോദിച്ചില്ല. അതെൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ഒരു കടല മേടിച്ചിരുന്നാലോ ഇതേതോ ഇങ്ങനെ നിങ്ങൾ ഇവിടെ ഡ്യൂട്ടിക്ക് ഇരിക്കുമ്പോൾ കടല മേടിക്കാറില്ലേ? പിന്നെ ഉറപ്പായിട്ടും ഇതിലിവിടെ ഒരു ചേഞ്ച് ആയിട്ട് ക്യാഷ് കയ്യിലില്ലേ? ഗൂഗിൾ പേയാ? ഗൂഗിൾ പേ ആനാ? ദോ തീൻ ഏതോ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ കടല പോകുമ്പോൾ ഇങ്ങനെ മേടിക്കാറില്ലേ? പിന്നെ ആ ഓർമ്മയിലേക്ക് പോകണ്ട. എല്ലാ വണ്ടിയും ഇവിടെ ബ്ലോക്ക് ചെയ്താലും എല്ലാ വണ്ടിയും ബ്ലോക്ക് ചെയ്താലും ഇവരൊക്കെ ഉണ്ടാവും. കാര്യം സമരക്കാർക്ക് ഇതൊക്കെ വേണേ. അപ്പൊ ഇവിടെ ഇങ്ങനെ നിന്ന് ഒത്തിരി അല്ലേ ഇതുപോലെ ഡ്യൂട്ടി സമയത്ത് കഴിച്ച് അതൊക്കെ നല്ല കുറേ ഒത്തിരി തവണയൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഈ രാത്രി ഡ്യൂട്ടി എത്ര മണി വരെ ഉണ്ടാവും? വെളുക്കുന്നവരെ പോയി. നമ്മള് 2 ടേണായിട്ട് ഡേ ടേണും നൈറ്റ് ടേണും ഉണ്ട്. മാറി ചെയ്യും. നൈറ്റ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 24 hour ഡ്യൂട്ടി പോകണ്ട. അതിനുശേഷം മതി. ഈ പടം ഓരോ പടങ്ങൾ കണ്ടു കഴിയുമ്പോൾ വൈഫൊക്കെ ഈ പടം കാണുമല്ലോ, അങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയില്ല, അഭിനയത്തിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയില്ലേ? പറയാം. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം വൈഫിന് ഏതായിരുന്നു അഭിനയിച്ചത്? അങ്ങനെ ഇഷ്ടം എന്ന് പറയാറില്ല. ചെയ്താൽ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. നമ്മളെ DSD-യുടെ ഭയങ്കര അഭിപ്രായം പറഞ്ഞു. അതിന്റെ ക്യാരക്ടറും ഇതിന്റെ ക്യാരക്ടറും രണ്ടും ഭയങ്കര ആണ്. തീർച്ചയായിട്ടും ഇത് കണ്ടിട്ടും പറഞ്ഞു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമുക്കൊരു ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നുന്നുണ്ട് ക്യാരക്ടറിനോട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് നല്ലൊരു ക്രിട്ടിക്കാണ് അവര്. വൈഫ് ഒരു മാധ്യമപ്രവർത്തകയാണ്, അതുകൊണ്ട് മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടാറുണ്ട്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു
വൈഫ് ഒരു മാധ്യമപ്രവർത്തകയാണെന്ന്, അല്ലെങ്കിൽ ഞാൻ അവരുടെ ഹസ്ബൻഡാണെന്നുള്ള പല മാധ്യമപ്രവർത്തകർക്ക് അറിയില്ലായിരുന്നു. അറിയുകൂടി ചെയ്തപ്പോൾ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അല്ല, നമ്മൾ എത്ര വർഷമായിട്ട് വന്നു എനിക്കറിയില്ലായിരുന്നു. ഈ അടുത്തല്ലേ അറിഞ്ഞത്. നമ്മൾ ഓഫീസിൽ വരുന്നത് നമ്മൾ കാണുന്നു, നമുക്കറിയില്ലായിരുന്നല്ലോ. ഞാൻ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ്. അല്ല, നിങ്ങൾക്കറിയില്ല എന്നുള്ളത് ഓക്കെ, എനിക്കറിയില്ലായിരുന്നല്ലോ അവളുടെ അടുത്ത സുഹൃത്താണ് എതിർക്കുന്നുള്ളത്. അതിനൊരു കാരണക്കാരി നമ്മുടെ ആനാണ്. ആനാണ് അല്ലേ? ഞങ്ങളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആനാണ് അതിന് കാരണം. ആനാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോഴാണ് ഒരു ദിവസം ഇവിടെ വന്നപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് മാത്യു മരിച്ചപ്പോൾ വന്നപ്പോഴാണ് പറയുന്നത്, ഇത് അണി ഇന്നാളുടെ വൈഫാണ്, യുവിൻ്റെ വൈഫ്. അപ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നതല്ലേ. ഇനിയിപ്പം ചെയ്യാൻ പോകുന്ന സിനിമകൾ ഇപ്പോൾ പോലീസ് വേഷങ്ങളാണല്ലോ ചെയ്യുന്നത്. പോലീസ് വേഷങ്ങൾ ആണല്ലോ ചെയ്തു വെച്ചത്. പോലീസ് വേഷം ഇനി നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒത്തിരി കഥാപാത്രങ്ങളുണ്ടാവും. മനസ്സിൽ തോന്നുന്ന ഒരു കഥാപാത്രം എന്തായിരിക്കും? കിട്ടുന്നത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഒരിക്കലും ഞാൻ അത് ചെയ്യണം. പക്ഷെ ഓരോ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കാണുമ്പോൾ അവരോടൊപ്പം ചെയ്യണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടാവും. അല്ലാതെ ഇന്നൊരു ക്യാരക്ടർ ചെയ്യണം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. അത് ഏത് ക്യാരക്ടർ കിട്ടിയാലും ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് ഇന്നൊരു ക്യാരക്ടർ എന്നുള്ളതിനപ്പുറത്തെ കാര്യം 2018 ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ കടലിൽ പോയിട്ടില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ ആ ജീവിതം അടുത്തറിയാത്ത ഒരാളാണ്. പക്ഷെ അത് കണ്ടിട്ട് പലരും എന്നോട് പറഞ്ഞത് ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ കടലിലെ സീനൊക്കെ ഷിപ്പിന്റെ മുമ്പിൽ പെട്ടോന്നൊക്കെ ഒരു അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അത് ഇപ്പൊ മധുസൂദനം പോറ്റി എന്നുള്ള ക്യാരക്ടറിലേക്ക് വരുമ്പം എനിക്ക് ഈ ഒരു ബ്രാഹ്മണ്യത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യം എനിക്കറിയില്ല. ഒരു പോറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് വീട്ടിലെന്നോ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞ ഡയറക്ടർ എനിക്ക് പറഞ്ഞു തരികയാണ്, ഈ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണ്, അതിനെ ഉൾക്കൊണ്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഓരോ ക്യാരക്ടറുകൾ എനിക്ക് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന ക്യാരക്ടർ എനിക്ക് ചെയ്യണം എന്നുള്ളതല്ല, ഈ വരുന്ന ക്യാരക്ടറെല്ലാം നന്നാക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഈ മമ്മൂക്കായ്ക്ക് വലിയ ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മമ്മൂക്കായ്ക്ക് വലിയ കാര്യമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ കുറേ സുഹൃത്തുക്കളുണ്ട് മമ്മൂക്കായ്ക്ക് വലിയ ഇഷ്ടമുള്ള. മമ്മൂക്കായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ്? അത് ഞാൻ പറയില്ല. സാറ് എന്നെ ആദ്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പെർഫോമൻസ് ഉണ്ട് എന്നെ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത്. ദുൽഖറുമായിട്ടുള്ള ഫോൺ പേയുടെ അന്നത്തെ ഇവിടെ നിന്ന് കിട്ടിയ ഇവിടേക്ക് കോൾ വന്നു പറഞ്ഞില്ലേ, ആ ആഡ് കണ്ടിട്ടാണ് സാറ് എന്നെ ശ്രദ്ധിക്കുന്നത്. കാര്യം ദുൽഖർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ദുൽഖറിനോടൊപ്പം ചെയ്യുന്ന ആരാണെന്നുള്ള ചോദ്യം അദ്ദേഹത്തിന് കിട്ടിയപ്പോഴാണ് എന്നെ അങ്ങനെ നോട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോടൊപ്പം കണ്ണൂർ സ്കോഡ് ചെയ്തു. അപ്പോൾ അതിൽ ഒരു സീനേ ഉള്ളൂ, പക്ഷെ അത് ഭയങ്കര രസമായിട്ട് ചെയ്യുന്ന സാറിനെ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ജിതിൻ്റെ കളങ്കാവലിലേക്ക് വന്നപ്പോൾ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല, മീൻസ് ഞാനായിരുന്നില്ല ആ ഒരു ക്യാരക്ടറിലേക്ക് എൻ്റെ ഒരു ഇത് വന്നില്ല. അവസാനം ലാസ്റ്റ് മൊമെൻറ്റിലാണ് അദ്ദേഹം ഇങ്ങനെ തിരുവനന്തപുരത്ത് എൻ്റെ ഒരാളുണ്ട് പുള്ളി ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ കണ്ടിട്ട് ആ ഒരു ഇഷ്ടം കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ദിവസം 10-40 ദിവസം ഒരുമിച്ച് അങ്ങനെ ജീവിക്കാൻ പറ്റി അദ്ദേഹത്തോടൊപ്പം ഒരു സെറ്റിൽ. കൂടുതൽ കാര്യങ്ങൾ അറിയാനും അദ്ദേഹം ചെയ്യുന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ ചെയ്യുന്നത് അടുത്ത് നിന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ്. നമ്മളൊരു ഡയലോഗ് അങ്ങോട്ടിട്ട് ഇങ്ങോട്ട് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ഒരു ഇത്രയും ഗ്രേറ്റ്നെസ് ഉള്ളൊരു മനുഷ്യൻ, അല്ലെങ്കിൽ സിനിമയുടെ അങ്ങേ അറ്റത്ത്, സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങേ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന പെർഫോമൻസ് നമ്മൾ അടുത്ത് നിന്ന് കാണുകയാണ്. അതിൽ നിന്ന് പഠിക്കാൻ പറ്റുക അങ്ങനെയൊന്നുമില്ല. നമുക്കത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംഭവമുണ്ട്. നമ്മുടെ മനസ്സിലായാലും നമ്മുടെ ശരീരത്തിലായാലും ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് ചില സീനുകളെ കണ്ട് ലിറ്ററലി എനിക്ക് ഈ ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അത് ഞാൻ അപ്പം തന്നെ ജിതിനോട് ഇത് പറയും. ജിതിനും ജിഷ്ണുവും ഉണ്ട് റൈറ്റർ, രണ്ടുപേരും. ഇവരോടൊക്കെ ഞാൻ ചെന്ന് പറയാറുണ്ട്, ഇങ്ങനെയാണ് നോക്ക്, അത് എന്താ ഈ മനുഷ്യൻ കാണിച്ചു വെക്കുന്ന നോക്ക് എന്ന് നമുക്ക് ചെന്ന് പറഞ്ഞു പോകും. സെറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മണി എന്ന് പറഞ്ഞ പോലീസുകാരനെ കൊല്ലുന്ന ക്യാരക്ടറിനൊക്കെ അവിടെ വൻ കയ്യടിയായിരുന്നു. ഡയറക്ടറൊക്കെ പറഞ്ഞതിൻ്റെ മുകളിലേക്ക് ഒരു സാധനം കയറി അങ്ങ് പോയി. അതൊക്കെ ഇത് ലൈവ് കാണാൻ പറ്റുന്നതിന് ഒരു ഭയങ്കര ഭാഗ്യമല്ലേ. അപ്പം എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞു, നമുക്ക് അത്രയും ഞാൻ ജനിക്കുന്ന സമയത്ത് അദ്ദേഹം സിനിമയിലുണ്ട്, മനസ്സിലായില്ലേ. അദ്ദേഹം എന്നിട്ട് നമ്മളൊരു പടത്തിലേക്ക് സജസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതിനപ്പുറം ഒന്നും വേറൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മളെ പറ്റി ഒരു വേദിയിൽ അന്നത്തെ തന്നെ ഒരു സംഭവത്തിൽ അദ്ദേഹം വേദിയിൽ എന്നെ പറ്റി പറഞ്ഞ നല്ല കുറച്ച് വാക്കുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്ര നാൾ ചെയ്ത സിനിമയ്ക്കപ്പുറത്തേക്ക് ആ വീഡിയോ പോയിട്ടുണ്ട് ലോകം മൊത്തം. അതെ അതെ അതെ, ആ ഒരു സംഭവം അതൊക്കെ ഞാൻ അതിൻ്റെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ പോർട്ടർമാർ ചേട്ടന്മാർ പറഞ്ഞതാണ്, ഇന്നലെ മമ്മൂക്ക നിങ്ങളെ പറ്റിയല്ലേ പറഞ്ഞത്, ഞങ്ങൾ കണ്ടിരുന്നത് കേട്ടോ. ഞങ്ങൾക്ക് തന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. മീൻസ് അങ്ങനെയും നമ്മൾ പലയിടത്തേക്ക് എത്തുകയാണ്. അത്രയും വലിയൊരു മനുഷ്യൻ നമ്മളെ പറ്റി നല്ലത് ഇത്രയും ആൾക്കാരും വെച്ച്
ഇത്രയും ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ദൈവമേ എന്നെ കറക്റ്റ് വഴിയിലാണല്ലോ നടത്തിക്കുന്നതെന്നുള്ള ആ ഒരു സന്തോഷം നമുക്കുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു കൂടെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടല്ലോ, അത് ഭയങ്കരമല്ലേ. അത് എല്ലാവർക്കും കിട്ടുമോ? ഇല്ല ഇല്ല ഇല്ല, അതൊരു ഭാഗ്യം. അതാ ഞാൻ തുടക്കത്തിൽ ഒരു ഭാഗ്യമാണെന്നുള്ളത്. ഇപ്പൊ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഞാൻ ഇതിനെ കാണുന്ന ഇപ്പോഴും ഒരു സാധാരണ ആളെ പോലെയാണ്. ട്രെയിനിലാണ് യാത്ര, കൊച്ചി പോവാ, തിരിച്ച് ട്രിവാൻഡ്രത്ത് വരിക, അവധി കിട്ടിയാൽ അപ്പത്തിനെ വീട്ടിലെത്തുക എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു യാത്ര. അപ്പം ട്രെയിനിൽ വെച്ചൊക്കെ ഇപ്പോൾ ആളുകൾ കാണുന്നു, ബസ്സിൽ വെച്ചൊക്കെ കാണുന്നു, നടന്നു പോകുന്നു, ഒരു ഇതുമില്ലാതെ നടന്നു പോകുന്നു. ആ സമയത്ത് ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സന്തോഷം എത്രമാത്രം. ഭയങ്കരമല്ലേ. കാര്യം ആ വണ്ടിയിൽ അത്രയും ആൾക്കാരിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ട്രെയിനിലാവട്ടെ ഒരു ഫ്ലൈറ്റിലാവട്ടെ, നമ്മളിരിക്കുമ്പോൾ നമ്മളിലേക്ക് ഒരു പോയിന്റ്, എല്ലാവരുടെയും ഒരു പോയിന്റ് നമ്മളിലേക്ക് എത്തുന്നു. എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടുന്നുണ്ട്? അത് എത്രയോ ലക്ഷം ആൾക്കാർ, എത്രയോ കോടികൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷനല്ലേ സിനിമ. ഇപ്പോൾ സിനിമ നമ്മളെ പെർഫോമൻസ് കണ്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ എൻ്റെ പേഴ്സണൽ ലൈഫ് കണ്ടിട്ടോ എൻ്റെ പേഴ്സണാലിറ്റി കണ്ടിട്ടോ ഒന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്ത സംഭവങ്ങളൊക്കെ വർക്കായി എന്നുള്ളത് കൊണ്ടാണ് ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വരുന്നതും ഫോട്ടോ എടുക്കുന്നതും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ അതുകൊണ്ട് മാത്രമാണ്. അത് അക്കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. അത് നേരത്തെ പറഞ്ഞ് ഞാൻ സമ്മതിക്കുന്നു. ഇത്രയോ ആൾക്കാരിൽ നിന്ന് യാതൊരു വിധത്തിലെ ഈ പറഞ്ഞ പോലെ എവിടെ തുടങ്ങണം, ഒരു വിധത്തിലുള്ള നമുക്കൊരു എവിടെ തുടങ്ങണം എന്നറിയാൻ നിന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എവിടെയൊക്കെയോ അങ്ങനെ കറക്റ്റ് റൂട്ടിലേക്ക് വന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ വന്നു, ഓരോ ഡയറക്ടേഴ്സ് വന്നു, നല്ല നല്ല സിനിമകളുടെ ഭാഗമായി ആൾക്കാർ കാണുന്ന സിനിമകളുടെ ഭാഗമാകാൻ പറ്റി. എല്ലാ വർഷവും മിനിമം 2 സൂപ്പർ ഹിറ്റുകളുടെ ഭാഗമായി ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ ഒരാൾ തുടക്കം, ഞാൻ 10-35 കൊല്ലമായി എന്നൊക്കെ പറഞ്ഞാലും ബേസിക്കലി ഞാൻ തുടക്കക്കാരൻ തന്നെയാണ്, അതെനിക്കറിയാം. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് എനിക്കും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എങ്ങനെ, ഞാനൊരു അന്നും ഇന്നും എന്നും സാധാരണക്കാരൻ തന്നെയാണ്. എനിക്കത് അല്ലാതെ ഇതിൻ്റെ എന്തെങ്കിലും ഒരു കൂടുതലോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ള തോന്നലില്ല. അതാകെ ഉണ്ടാകുന്നു ഈ പറഞ്ഞ പോലെ ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിത് വലിയ സിമ്പിളായതുകൊണ്ടോ അല്ലെങ്കിൽ വളരെ ലോക്കൽ അങ്ങനെ ഒരാളിൻ്റെ സിമ്പതി കിട്ടാനൊന്നും പറയുന്നതെന്നല്ല. എന്നെ അറിയാമെന്നല്ല എല്ലാവർക്കും അറിയാം. ഇതുവരെയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് ഫീൽ ആവാറുമില്ല. കാര്യം ഞാൻ എങ്ങനെയാണെന്നുള്ള വളരെ കൃത്യമായ ധാരണ എനിക്കുണ്ട്. ഈ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സെക്രട്ടറിന്റെ ഈ പാസേജിൽ ഇവിടെ നിൽക്കുവാണല്ലോ, ഇവിടെ നിന്നായിരിക്കുമല്ലോ സാധാരണ സമരങ്ങൾ വരുന്നത്. സമരങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഓടി വരണം അല്ലേ? ബ്ലോക്ക് ചെയ്യും. നമ്മൾ ഒരു ബ്ലോക്കിംഗ് പോയിന്റ് ഉണ്ടാവും, അവിടെ നിന്നാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ വലിയ സമരങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ അത് കൊണ്ടുവച്ച് കെട്ടിവെച്ച് ബ്ലോക്ക്. അങ്ങനെ നമസ്കാരം, എന്റെ നാട്ടുകാരനാട്ടോ. നമ്മള് അദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പം ഇവിടെ ഡ്യൂട്ടി ചെയ്തായിരുന്ന പോലീസുകാരാണ് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന പോലീസാണല്ലോ. അപ്പൊ സിനിമ ഇപ്പം തുടക്കം സിനിമ ഹിറ്റ് ആയതുകൊണ്ട് ഇവിടെ വന്നൊന്ന് ഇന്റർവ്യൂ ആയിരുന്നു. എങ്ങനെയുണ്ട്? അപ്പം അതുകൊണ്ട് 2 പ്രശസ്തരായ അപ്പൊ ഇവിടെ വന്ന് തന്നെ ഞങ്ങളൊന്ന് ഇന്റർവ്യൂ എടുക്കുവാണ്. അപ്പൊ എന്റെ നാട്ടുകാരനെ എനിക്ക് കാണാൻ പറ്റി. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ഓരോ സിനിമ കണ്ട് ഇറങ്ങി കഴിയുമ്പോഴും പല രീതിക്കുള്ള പ്രേക്ഷകരാണല്ലോ. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എത്ര പേരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ട് തിരിച്ചറിഞ്ഞവരൊക്കെ വരുന്നത്. അത് കാണുമ്പോൾ വേറൊരു സന്തോഷം, നേരത്തെ പറഞ്ഞ ഒരു സന്തോഷത്തിന് അപ്പുറമാണല്ലോ. തീർച്ചയായിട്ടും അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളൊരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ കണ്ട് അവർ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ചെയ്ത ക്യാരക്ടറുകളുടെ ബലത്തിലാണ്, അല്ലാതെ ജിബിൻ എന്നുള്ള ഒരാളിനെ കണ്ടിട്ടല്ല. അവരിഷ്ടപ്പെട്ടത് ക്യാരക്ടറിനെയാണ്. അത് എനിക്ക് തരാൻ മനസ്സ് കാണിച്ച എൻ്റെ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരോടാണ് അതിന് നന്ദി പറയാനുള്ളത്. ഒരു വ്യക്തിയെ ഇങ്ങനെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഒരാളിനെ ഹൈറ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് അവർ വിശ്വസിച്ചു എന്നുള്ളതാണ്. എന്നെ ആ പുള്ളി ചെയ്യും, ജിബിനത് ചെയ്യുക, ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യും എന്ന് അവർ വിശ്വസിച്ചതിന്റെ ഫലമാണ് ഇതൊക്കെ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടില്ല നിങ്ങൾ? തീർച്ചയായിട്ടും. എങ്ങനെ ഇരുന്നേക്കണം? അത് ഞങ്ങളുടെ സ്ഥിരം ഇവിടെ ഇരുന്നേക്കണം. ഇങ്ങനെ തന്നെ ഇരിക്കണേ. ഒന്നുകിൽ നിൽക്കും ഇങ്ങനെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതാ സൗകര്യം. നമ്മളിങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കാറുണ്ട്. ഇത് രാത്രിയൊക്കെ ഇരിക്കാൻ നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ്. അപ്പൊ ആ സമയത്താണ് ഇഷ്ടംപോലെ കഥകളൊക്കെ നമ്മൾ പറയുന്നത്, പരസ്പരമുള്ള കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഈ ഒരു ഇരിപ്പിലൊക്കെ.
അല്ല ഞാനിങ്ങനെ ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് സമരത്തിന്റെ ബോർഡുകളൊക്കെയാണ് കണ്ടേ. ഇങ്ങനെ ബോർഡും വെച്ച് വേറെ ആൾക്കാർ വരും. അതെ അതെ അതെ. ഈ രാത്രി സമരത്തിൽ ഇരിക്കുന്നവരെ നമ്മൾ നോക്കണമല്ലോ. അതെ നോക്കണം അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും നോക്കണം. ഞാൻ ചോദിക്കണേ, ഇവന് ഇപ്പൊ എത്ര വർഷത്തിന് ശേഷം ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുന്നത്? കുറേ കാലമായി. ഞാൻ 3 കൊല്ലമായിട്ട് എന്തായാലും അയ്യോ എന്റെ പ്രിയപ്പെട്ട സാറന്മാരാണല്ലേ എന്നെ കൺട്രോളില് എന്നൊക്കെ ഡ്യൂട്ടിയൊക്കെ ഡീറ്റെയിൽ ചെയ്യുന്ന സാറന്മാരാണ്. അത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയല്ലോ, ഒത്തിരി സന്തോഷം സാറേ. ഞാനിപ്പോ ഒരു സിനിമ ഇപ്പൊ കഴിഞ്ഞില്ലേ, തുടക്കം, പോലീസുകാരനാണല്ലോ. നമ്മള് ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലവും ഒക്കെ കാണിച്ച് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ. സാറേ തുടക്കം കണ്ടോ? ഡ്യൂട്ടിയില് അതായിരുന്നു തന്നെയല്ലേ. നിങ്ങള് കൺട്രോളിൽ നിന്ന് പോയണ? ഓ ഇപ്പൊ സ്പെഷ്യൽ സ്റ്റേറ്റാ അല്ലേ? ആ അടിപൊളി. പക്ഷെ അപ്പൊ ഇനിയിപ്പോ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങളെ വിളിക്കും. നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും ഈ പറഞ്ഞ പോലെയാണ്. ഈ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സന്തോഷമാണ്. അതെ അതെ ഇവർക്കറിയാം എനിക്ക് എന്തോരം അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ ഡ്യൂട്ടികള്. 3 മണിക്കാണ് ഇവരെന്നെ വിടുന്നത്. സാറേ തീരുമാനം കറക്റ്റ് ആയെന്ന് തോന്നിയല്ലേ? നിങ്ങള് സാറൊക്കെയാണ് ഡ്യൂട്ടി ഇട്ട് വരുന്നത്? സാറൊക്കെയാണ് ഡ്യൂട്ടി ഡീറ്റെയിലിംഗിൽ ഇവിടെ നമ്മളെ സഹായിക്കുന്നത്. സെറ്റിലൊക്കെയാണ് ഇവരൊക്കെ. അതിന് രാത്രി 3 മണിക്ക് 3:30ക്കുള്ള ട്രെയിൻ കയറിയാലേ എനിക്ക് 7 മണിക്ക് എറണാകുളം എത്താൻ പറ്റുള്ളൂ. രാവിലെ 7 മണി വരെ ഡ്യൂട്ടിയാ. എന്നിട്ട് എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവരൊക്കെ എന്നെ 3 മണിക്കൊക്കെ പോകാൻ പെർമിഷൻ എഴുതി വാങ്ങിച്ച് എന്നെ വിട്ടിട്ടൊക്കെ ഉള്ള മനുഷ്യരാണ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഭാഗ്യങ്ങളിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റും എൻ്റെ കൂടെയുള്ള സാറന്മാരൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാറേ ഇത് ഭയങ്കര ആതിശയമായിട്ടാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. ഞാൻ ചോദിച്ചിരുന്നു നമുക്ക് ആരെയും കാണാൻ പറ്റില്ല. അപ്പൊ നമ്മളിവിടെ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്, ആ ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ ജീവിതത്തിലെ പോലീസുകാരനും ആ പോലീസുകാരൻ എന്താണെന്ന് പറയാൻ പറ്റില്ല. കാണാത്തോണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിലെ പോലീസുകാരൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഡ്യൂട്ടിയൊക്കെ കൃത്യമായിട്ട് ചെയ്യും, കറക്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷെ സമയം ഓടി എത്താനുള്ള സമയം തിരക്ക് മനസ്സിലെപ്പോഴും സിനിമയാണ്. അതാണ് കോൺഫിഡന്റ് ആയിരുന്നു. പോയ സിനിമയിൽ വിജയിക്കും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതാണ് ഈ റിസ്ക് എടുത്ത് ലീവ് എടുത്ത് പോയത്. ഗവൺമെന്റ് ജോലി ലീവ് എടുത്ത് വേറൊരു മാച്ചിൽ പോകാൻ പോകും. പക്ഷെ എന്ത് ഭാഗ്യവാനല്ല. അത് നമുക്ക് ഞാൻ കാണുമ്പോഴൊക്കെ അവനെ പറയുമായിരുന്നു, പറയാറുണ്ട്. അല്ല എന്റെ എന്ത് പരിപാടി ഉണ്ടായാലും വിളിച്ചൊക്കെ പറയണ. തീരുമാനം അവിടെ ഇരിക്കുമ്പോ തന്നെ ടി വിയിൽ കാണിക്കുമല്ലോ പരസ്യങ്ങൾ വരുമ്പോഴും. അവിടെ നിന്റെ പരസ്യം ഇപ്പൊ കണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒപ്പം മെസ്സേജ് തരും. അത് ഇവർക്ക് ഞാൻ പറയില്ല, എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നെ ഈ ഡ്യൂട്ടിയുടെ സംബന്ധമായിട്ട് എല്ലാവരും സഹായിച്ചിട്ടുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റാണ് ഏറ്റവും. എനിക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ കാണാൻ കഴിഞ്ഞ പോലെ യാദൃശ്യമായിട്ട് കാണാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷവാനാണ് ഞാൻ കേട്ടോ. പോലീസിന്റെ ലാത്തിചാർജ് നടക്കുമല്ലോ, ആ സമയത്ത് മർദ്ദനം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ച് ഏറ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര നമ്മൾ ആ സമയത്തൊരു മാസ് മൂവ്മെന്റ് അല്ലേ. ഒരു 1000 പേര് വന്നാലും 10 പോലീസുകാർ മതി. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? 10 പോലീസുകാർ വന്നു പറഞ്ഞാൽ ഈ 10 പേർക്ക് ഒറ്റ മൈൻഡാ. ഈ 1000 പേര് നിൽക്കുമ്പോൾ അവർക്ക് 1000 മൈൻഡാ. എറിഞ്ഞിട്ട് ഏത് വഴി ഓടാം, ഏത് വഴിഞ്ഞ് ഇടിച്ചു കയറാം. പക്ഷെ ഈ 10 പോലീസുകാരുടെ ചിന്ത അതല്ല. ഈ 10 പോലീസുകാർക്കും ഈ നിൽക്കുന്ന 1000 പേരെയും എങ്ങനെ ബ്ലോക്ക് ചെയ്യാന്നുള്ള ഒറ്റ മനസ്സിലായതുകൊണ്ടാണ് ഈ 1000 പേർക്ക് പോലീസുകാർ 10 പേരെ മാത്രം ഇടയ്ക്കുന്നത്. അത് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. നമ്മുടെ എല്ലാം മനസ്സിൽ ഒറ്റ സാധനമേ ഉള്ളൂ, അതിനെ ബ്ലോക്ക് ചെയ്യാന്നുള്ളത്. അവരെ ഉപദ്രവിക്കാന്നുള്ളതല്ല, അവരെ ബ്ലോക്ക് ചെയ്യുക, അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുക, അവരെ ഇപ്പുറത്തേക്ക് വരുത്തരുത്. അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. പക്ഷേ അപ്പുറത്തുനിന്ന് കല്ലെറിയുന്ന ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു മൈൻഡിൽ നിൽക്കുന്ന ആളിനെ എറിഞ്ഞിട്ട് പോലീസിൻ്റെ പിടി കൊടുക്കാതിരിക്കുക എന്നുള്ള സാധനമുണ്ട്. അത് പല വഴികളും അവർ കണ്ടെത്തുന്നത്. നമ്മളതല്ല, നമ്മൾ ഒറ്റ വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കയറി നോക്ക് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ബ്ലോക്ക് ചെയ്യും. അതാണ് കാര്യം. അതുകൊണ്ടാണ് ഇത്രയും വലിയ ആൾക്കൂട്ടുണ്ടെങ്കിലും തുച്ഛമായ പോലീസിനെ വെച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നത്. മനസ്സിന്റെ അതാ. ഈ അന്നൊക്കെ സമരം ചെയ്തിട്ട് ഇപ്പൊ സിനിമാടനൊക്കെ ആയി കഴിഞ്ഞല്ലോ. അന്ന് സമരത്തിൽ നിൽക്കുമ്പോൾ ചില ആളുകൾ കല്ലെറിയും ഒക്കെ ഉണ്ടാവും. അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് തിരിച്ചെറിയുന്നൊരു സാഹചര്യമല്ല. നമുക്ക് ഷീൽഡ് തന്നിട്ടുണ്ട്. അല്ല ഞാൻ തിരിച്ചറിയുന്നില്ല, അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇവരാണല്ലോ എന്നെ കല്ലെറിഞ്ഞത്, ഇവരാണല്ലോ നമ്മൾ എറിഞ്ഞത്. അല്ല ഇവര് ആ മൊമെന്റിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് നമ്മളോടുള്ള ദേഷ്യം. അത് കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഒരു സംഭവം നടക്കുന്നത് തൊട്ടുമ്പോഴും നമ്മളോട് സംസാരിക്കും. അവർക്ക് ഇങ്ങനെ ഒരു ഭാഗമായിട്ട് ഒരു ഹൈയിൽ കയറുമ്പം അവർക്കൊന്നും നോക്കാനില്ല. അവരവരുടെ ആശയങ്ങൾക്ക് വേണ്ടി മാത്രമേ നിൽക്കുകയുള്ളൂ. അത് ഇത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും
സാറേ മൊത്തം നനഞ്ഞു സാറേ, ഇത് എന്തൊരു അടിയാണ് സാറേ, വെള്ളം എന്തോ അടിച്ചത്, ഇത്രയ്ക്കൊന്നും അടിക്കില്ല സാറേ, എന്ത് മീൻസ്. അപ്പൊ പിന്നെ അത്രയൊക്കെ ഉള്ളൂ, നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലെയൊന്നുമല്ല. ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ തമ്മിൽ, അങ്ങനെ ശത്രുതയൊന്നുമില്ല. വേറൊരു വഴിക്ക് പോകുമ്പോഴേ ഇവരായിരിക്കും ഇതിൽ വണ്ടി നിർത്തി സാറേ കയറിക്കോന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥിരം കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ സിനിമാ നടൻ ആയി കഴിഞ്ഞിട്ട് ഈ സമരമുഖത്തിൽ വന്നവരൊക്കെ വന്ന് സംസാരിച്ചു. അന്ന് സാറവിടെ നിന്നിട്ടില്ല ഡ്യൂട്ടിക്ക്. ഇഷ്ടം പോലെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. പലരും പിന്നെ നമ്മുടെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് എത്രയോ പേര് വിളിച്ചിട്ടുണ്ട്. സാറെന്താ ഇതുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് അറിയില്ല, നിങ്ങൾ സിനിമയിലൊക്കെ സംഭവമൊക്കെ ആണെന്നുള്ളതെന്ന് അറിയൂടായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. പലരും ഇതുപോലെ ഓരോരോ കാര്യങ്ങൾക്ക്. ഇവിടെയൊക്കെ എൻ്റെ സ്ഥിരം സ്ഥലമായിരുന്നു. ഇവിടെയൊക്കെ നമ്മുടെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഓഫീസുള്ള സ്ഥലമാണ്. ഇവിടെ ആയിരുന്നു ഞാൻ മിക്കവാറും. ഇവിടെ ചായ കുടിക്കാൻ അവൻ വൈകുന്നേരം 5 മണി കഴിയുമ്പോൾ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തല്ലോ, എന്ത് ഷൂട്ടൊന്നുമില്ലല്ലോ, ഇവിടെ വരും, ഇവിടെ വന്നിരിക്കും. അപ്പം ഇപ്പോൾ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ എല്ലാവരും അറിയും. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. മീൻസ് നല്ലത് തന്നെയാണ്. എന്നാൽ പോലും നമുക്കൊരു അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും പണ്ട് നമുക്ക് എന്ത് പറഞ്ഞാലും ആരെ വേണോ എങ്ങനെ വേണോ വായി നോക്കി നിൽക്കാം. അതെന്താണ്, നമുക്കപ്പോൾ വേറൊന്നുമില്ല. നമ്മളങ്ങനെ നോക്കി വെറുതെ നമ്മുടെ ഒരു സമയം കളയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു സമയം കളയാനായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോയി നിൽക്കുന്ന പരിപാടിയില്ല. അത് ഇവിടെ ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ അവൻ്റെ ബിസിനസ് ഇവിടെയാണ്. അപ്പോൾ അവൻ കൃത്യമായിട്ട് ഇപ്പോഴും വിളിക്കാറുണ്ട്. വൈകിട്ട് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുന്നൊരു സ്ഥലമുണ്ട്. ഇത് എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അതൊക്കെ ഒരു ഭയങ്കര കാര്യമാണ്. സിനിമ കണ്ടു കഴിഞ്ഞാൽ വിസ്മയം എന്ത് പറഞ്ഞു, മായ എന്ത് പറഞ്ഞു കണ്ടതിന് ശേഷം? അത് ജോക്കുവാണ് ആദ്യം പറയുന്നത്. ആശിഷ് ജോക്കുടൻ കണ്ടു പറഞ്ഞു. ആദ്യ ഷോക്ക് മുമ്പേ എൻ്റെ ഒന്ന് പറഞ്ഞു, ചേട്ടാ നിങ്ങളങ്ങ് പൊളിച്ചു കേട്ടോ, നിങ്ങളെ ക്യാരക്ടർ വേറെ ലെവലാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആണോടാ, അപ്പൊ നമ്മള് കണ്ടിട്ടില്ല, സൂപ്പറാ, നോക്കിയോ പടം കഴിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത്. എന്നിട്ട് മായയും പ്രണവും എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് വന്നപ്പോഴത്തേക്ക് ആദ്യം മായ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ ഉള്ളൂ, പടത്തെ പറ്റിയൊന്നും പറയില്ല. ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും എന്നിട്ട് പറഞ്ഞു, എന്നാലും ആ ഒരു സംഭവം ഉണ്ടല്ലോ, അവർക്ക് അവരുടെ ഒരു ഇതുണ്ടല്ലോ, മീൻസ് നമ്മൾ പടത്തിൽ ചെയ്ത എല്ലാവരും നന്നായിട്ട് വന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന കാര്യം. മായാണല്ലോ ലീഡ് വേഷം ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം, ആ ഒരു വിജയത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗമാകാൻ പറ്റുക ജൂഡ് സാറിന്റെ വിശ്വാസമാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ആന്റണി ചേട്ടൻ എന്ത് പറഞ്ഞു? ആന്റണി ചേട്ടൻ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ എന്നോട് ഉടച്ച് പറഞ്ഞിരുന്നു, ഇവനെ ഞാൻ റഷൊക്കെ കണ്ടു കേട്ടോ, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ ക്യാരക്ടർ. അപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നൊരു കൈയുണ്ട്. ആന്റണി ചേട്ടനെ പറ്റി ഇങ്ങനെ പറയുകയാണ്, ഇത്രയും സിനിമകൾ കണ്ട് സിനിമകൾ എടുത്ത് പരിചയമുള്ളൊരു മനുഷ്യന് പറയുമ്പോൾ ആന്റണി ചേട്ടനൊക്കെ ഭയങ്കര, പുള്ളിയുടെയൊക്കെ കാഴ്ചപ്പാടിന് വേറെയാണ്. ചേച്ചി എന്താ അയ്യോ ഭയങ്കര ഇഷ്ടമായിരുന്നു, നന്നായിട്ടുണ്ട് പോലെ, നല്ല ഇതായിരുന്നു. എല്ലാവരും ശാന്തി ചേച്ചി എൻ്റെ അടുത്ത് അതന്നെ, പിന്നെ ജോക്കുന്റെ സിസ്റ്റേഴ്സ്, അപ്പൊ ഇവരൊക്കെ വന്നിട്ട് ഭയങ്കര കാര്യമായിട്ടാണ് നമ്മളെ, അവർക്കെല്ലാം വർക്കായി. കാര്യം ആ കുടുംബത്തിനകത്തേക്ക് നമ്മൾ ജില്ലയാണ്. ആ സിനിമ ഫാമിലിയുടെ ആയിട്ടുള്ളൊരു ചിത്രമാണ് ആശീർവാദിന്റെ സിനിമ. ആശീർവാദിന്റെ മക്കളാണ് ഇവരൊക്കെ, ജോക്കുട്ടനായാലും വിസ്മയായാലും എല്ലാവരും. അപ്പൊ അവരുടെ പടത്തില് നല്ലൊരു വേഷം അവർ തന്ന്, അവരുടെ ആ ഒരു വിശ്വാസം എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അവർക്ക് സന്തോഷമാണ്, അവരുടെ വിജയത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ വന്നല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു ഫാമിലിയിലായി. അങ്ങനെ ജോക്കുനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ. എനിക്ക് അറിയാവുന്നതാണല്ലോ, ഇത്രയും എന്താണ് അല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ഇതുമില്ല, ഇങ്ങനെ കയറി പെർഫോം ചെയ്യുന്ന ആരും കരുതില്ല. പക്ഷെ ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ അന്നേ പറഞ്ഞു, ഇടാ ഇത് നിന്റെ തലവരെ മാറ്റി പടം ഉറപ്പാണ്. ചില ഫോണിൽ ആ ഫസ്റ്റ് ഷോട്ടിൽ കാണിക്കുന്ന ഒരു സ്റ്റണ്ടില് തിയേറ്ററിനകത്തുള്ള, ഞാൻ ലൈവ് നിൽക്കണം, അത് കയ്യടി വന്ന സീനായിരുന്നു. ആ സീൻ കയ്യടി വന്നു. അത് കാര്യം അവിടെ ഡയലോഗൊന്നും ഇല്ലല്ലോ, ഇവന് വല്ല പെർഫോമൻസ് മാത്രമാണ്. പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡയലോഗ്സ് ഒന്നുമില്ല. ഇവൻ കയറി അങ്ങ് ആ ഒരു മറ്റു ഭ്രാന്ത് പിടിച്ചോലെ ആ ഒരു സാധനമൊക്കെ ചെയ്യണ കണ്ടപ്പോ സൈക്കോ ഇല്ലെന്ന് പറയണതാണ് ആ വേറെ ലെവൽ. അത് ഞാൻ പറഞ്ഞേ, അവിടെയാണ് ഞാൻ പറഞ്ഞത് ജൂഡ് സാറിൻ്റെ ഒക്കെ പ്രത്യേകത അതാണ്. പുള്ളിക്ക് അറിയാം എങ്ങനെ എടുക്കണമെന്ന്. ഒരാളിനെ ചില സമയത്ത് പുള്ളി വഴക്ക് പറയും, പക്ഷെ നമുക്കറിയാം എനിക്ക് അദ്ദേഹം വഴക്ക് പറയുമോ എന്ത് ചെയ്താലും എനിക്ക് ആ മൊമെന്റിൽ ടെൻഷൻ ഇല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഏറ്റവും നല്ലത് കിട്ടാനാണ് പുള്ളി നോക്കുന്നത്. പുള്ളി എഴുതി വെച്ച അല്ലെങ്കിൽ പുള്ളി ചെയ്തു വെച്ചേക്കുന്ന ക്യാരക്ടറിൻ്റെ ഒരു സാധനം പുള്ളിക്ക് കിട്ടണം, എന്നാലേ എന്നെ അവിടെ വയ്ക്കുന്നതിൽ കാര്യമുള്ളൂ. ആ ഒരു സാധനം കിട്ടാൻ വേണ്ടി എന്നെ വഴക്കോ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടെ, എനിക്കതിലൊരു ഈഗോ ഇല്ല. ആര് കേൾക്കുക എന്നെ പറയുന്നതിൽ എനിക്ക് ഈഗോ ഇല്ല. എന്നിൽ നിന്ന് ഏറ്റവും നല്ലത് കവർ ചെയ്ത് എടുക്കണം, അതാണ് എൻ്റെയും നിലനിൽപ്പ്, എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. ഞാൻ ജൂഡ് സാറിനെ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് എപ്പോഴും പറഞ്ഞു, ഇനി അതൊരു പടത്തിലേക്ക് എന്നെ വിളിക്കുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല, പക്ഷേ എന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അത് എൻ്റെ നിന്ന് എടുക്കുകയും കൂടെ ചെയ്യണം. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കാണിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ ടോപ്പ് സിറ്റി, ഇത്
ഇത് നമ്മുടെ സ്റ്റാച്ചു. സെക്രട്ടേറിയറ്റ് എവിടെയാന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു സ്റ്റാച്ചു എന്ന് പറയും. സ്റ്റാച്യൂലാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയില്ലേ, ആ സ്റ്റാച്ചു ഇതാണ്. ആ ജംഗ്ഷൻ, പഴയ സ്റ്റാച്യു ജംഗ്ഷനിൽ പഴയ ദിവാനായിരുന്ന സർ ടി മാധവറാവു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇവിടെ വന്ന് നിൽക്കുമ്പം വേറൊരു സംഭവം കൂടെ ഉണ്ടല്ലോ, വൺ സിനിമ. അത് ഇവിടെയാ, ഇവിടെ അല്ലേ? ഇതേ സ്ഥലത്ത് ഡ്യൂട്ടി ചെയ്ത സ്ഥലത്ത് തന്നെ ഞാൻ അഭിനയിച്ച സിനിമയാണ്. ആ. അതില് ഒറ്റ സീനേ ഉള്ളൂ, പക്ഷെ അത് ഭയങ്കര സീനാ. 4 സൈഡിൽ നിന്ന് ഇങ്ങനെ ക്യാമറ വന്ന് ഇങ്ങനെ എന്റെ മുഖത്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനാണ് പടത്തിലെ വില്ലനെന്ന് തോന്നും. ഇങ്ങനെ ഫുൾ യൂണിഫോം ഒക്കെ ഇട്ട് കട്ട ഒരു മീശയൊക്കെ വെച്ചിട്ട് അത് അടിപൊളി സാധനം. അത് കട്ട് ചെയ്തെടുക്കണം, എന്റെ ഇല്ല അത്. ആ സാധനം പ്രൊഫൈലിൽ വെക്കാൻ നല്ലൊരു സാധനം. അത് എടുക്കണം കേട്ടോ. അത് എടുക്കാം. അന്ന് അഭിനയിച്ച ഒരു സ്ഥലത്ത് അല്ലെ, പോലീസുകാരനായിട്ട് പോലീസ് വേഷത്തിൽ തന്നെ ഇവിടെ നിന്ന്, അത് ഇവിടെ തന്നെ ഡ്യൂട്ടി ചെയ്ത സ്ഥലത്ത്. അതെ അതെ അതെ. അപ്പൊ നമുക്കേ ഒരു ചായ കുടിച്ചങ്ങ് പിരിഞ്ഞാലോ? ഓക്കെ അല്ലേ? ചായ കുടിക്കുന്ന